നമസ്കാരം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ പ്രധാനപ്പെട്ട പക്ഷെ പലപ്പോഴും ആളുകൾക്ക് സംശയം വരുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നമ്മൾ ചുരുക്കി DPSP എന്ന് പറയും. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കും ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്കിതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോജിക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ DPSP, അതിൻ്റെ കോർ കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ 3 പ്രധാനപ്പെട്ട ഐഡിയോളജിക്കൽ കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് പഠിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ഇതിനെന്താണ് ബന്ധം, അതൊന്ന് ചർച്ച ചെയ്യും. അവസാനം പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എങ്ങനെ നേരിടാം എന്നും നോക്കും. ഈ ഒരു ഓർഡറിൽ പഠിക്കുന്നത് ഉറപ്പായും MCQസിനും മെയിൻസ് ആൻസർ റൈറ്റിംഗിനും നിങ്ങളെ ഒരുപോലെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ശരി, നമുക്ക് തുടങ്ങാം. എന്താണ് ശരിക്കും ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അല്ലേ? നമ്മുടെ ഭരണഘടനാ ശില്പികൾ എന്തിനാണ് ഇതിന് ഇത്രയും പ്രാധാന്യം കൊടുത്തത്? ഇതിന്റെ പിന്നിൽ ആ ഒരു ഫിലോസഫി എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ DPSP അയർലൻഡ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. ഭാഗം 4 ആർട്ടിക്കിൾ 36 മുതൽ 51 ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ തത്വങ്ങൾ സ്പാനിഷ് ഭരണഘടനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 1937 അയർലൻഡ് അംഗീകരിച്ച ഒരു സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യം സൃഷ്ടിക്കുന്നതിൽ സംസ്ഥാനത്തെ നയിക്കുന്നു. ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആർട്ടിക്കിൾ കോൺസെപ്റ്റ് ലോക്കിനാണ്. അതായത് ആർട്ടിക്കിളും അതിന്റെ ആശയവും തമ്മിൽ ബന്ധിപ്പിക്കുക. DSPയുടെ കാര്യം പറഞ്ഞാൽ ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4ലാണ് വരുന്നത്. ആർട്ടിക്കിൾസ് 36 മുതൽ 51 വരെ. ഇതിന്റെ പ്രധാന ആശയം വളരെ സിമ്പിളാണ്. ഒരു സ്റ്റേറ്റ്, അതായത് നമ്മുടെ ഗവൺമെന്റ് പുതിയ നിയമങ്ങളുണ്ടാക്കുമ്പോഴും നയങ്ങൾ രൂപീകരിക്കുമ്പോഴും മനസ്സിൽ വെക്കേണ്ട ചില അടിസ്ഥാന ആശയങ്ങൾ, അതാണ് DSP. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞൊരു കാര്യം നോക്കാം. അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു നോവൽ ഫീച്ചർ എന്നാണ്. അതായത് ഒരു പുതുമയുള്ള സവിശേഷത. അദ്ദേഹം ഇതിനെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗവർണർമാർക്ക് കൊടുത്തിരുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനോടാണ് ഉപമിച്ചത്. പക്ഷേ ഇവിടെ ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ആർക്കാണ്? ഇന്നത്തെ ഇന്ത്യയിലെ ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനുമാണ്. സിമ്പിളായി പറഞ്ഞാൽ ഭരണം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു ഗൈഡ് ബുക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കിൻസ്വാമെറ്റ എന്താണ്? എന്തിനാണ് ഇങ്ങനൊരു ഗൈഡ് ബുക്ക്? കൊളോണിയൽ കാലത്ത് നമുക്കൊരു പോലീസ് സ്റ്റേറ്റ് ആയിരുന്നു. അതായത് നിയമവും സമാധാനവും നോക്കുക, അത്രയുള്ളൂ. ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി ഒരു വെൽഫെയർ സ്റ്റേറ്റ് അഥവാ ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് DPSPയുടെ പ്രധാന ലക്ഷ്യം. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൗരന്മാരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ക്ഷേമം ഉറപ്പാക്കുന്ന ഒരു സ്റ്റേറ്റ്. നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്നില്ലേ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി. അത് നേടാനുള്ളൊരു മാർഗമാണ്, ഒരു ടൂളാണ് ഈ DPSP. ഓക്കെ, അപ്പോൾ DPSPയുടെ അടിസ്ഥാന ആശയം നമുക്ക് മനസ്സിലായി. ഇനി നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് കിടക്കാം. ഇതിലെ നിർദ്ദേശങ്ങളെ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3ആയിട്ട് തിരിക്കാം. പ്രത്യേകിച്ച് മെയിൻസിന് ആൻസർ എഴുതുമ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 3 ഐഡിയോളജിക്കൽ കാറ്റഗറികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, പിന്നെ ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഇത് 3ഉം ലക്ഷ്യം വെക്കുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ അല്ലെങ്കിൽ അവയുടെ ഐഡിയോളജിക്കൽ ബേസിസും ഫോക്കസും അല്പം വ്യത്യസ്തമാണ്. ശരി, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ സോഷ്യലിസ്റ്റിക് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. സമൂഹത്തെക്കുറിച്ചും ഗ്രാമങ്ങളെക്കുറിച്ചുമുള്ള 2 വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഇവ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, സോഷ്യലിസം എന്ന ആശയമാണ് ഇതിന്റെ പിന്നിൽ. ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാക്കുക, സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കുക. ഏറ്റവും പ്രധാനമായി വരുമാനം, പദവി, അവസരങ്ങൾ, ഇതിലൊക്കെയുള്ള അസമത്വങ്ങൾ കുറച്ചുകൊണ്ടുവരിക. അതാണ് ഇതിന്റെ പ്രധാന ഫോക്കസ്. ഇതിന്റെ ചില ഉദാഹരണങ്ങൾ നോക്കിയാൽ സംഭവം ക്ലിയറാവും. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അതായത് സ്ത്രീക്കും പുരുഷനും ഒരേ ജോലിക്ക് ഒരേ വേതനം. എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ ഉറപ്പാക്കുക. സമ്പത്ത് ഏതാനും ചിലരുടെ കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് തടയുക. പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകുക. പിന്നെ ഫാക്ടറികളുടെയും മറ്റും മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. ഇതെല്ലാം ഈ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിന്റെ ഭാഗമാണ്. ഓക്കെ, ഇനി അടുത്തത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. പേര് പോലെ തന്നെ ഇത് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി മുന്നോട്ട് വെച്ച പല പുനർനിർമ്മാണ ആശയങ്ങളും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ കാതൽ എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, അതായത് അധികാര വികേന്ദ്രീകരണം.
2 റൂറൽ സെൽഫ് സഫിഷ്യൻസി, നമ്മൾ ഗ്രാമസ്വരാജ് എന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെ. ഇതിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുക, കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, പിന്നെ ലഹരി പാനീയങ്ങളും മയക്കുമരുന്നും നിരോധിക്കുക, പശുക്കളെയും മറ്റു കന്നുകാലികളെയും കശാപ്പ് ചെയ്യുന്നത് തടയുക. ഇതെല്ലാം ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിന്റെ ഭാഗമായി വരുന്നതാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതെല്ലാം ഗ്രാമസ്വരാജ് എന്ന ആ വലിയ ഗാന്ധിയൻ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നവയാണ്. അപ്പോൾ നമ്മൾ സോഷ്യലിസ്റ്റിക്കും ഗാന്ധിയനും നോക്കി. ഇനി അവസാനത്തെ കാറ്റഗറിയിലേക്ക് കടക്കാം. ഇന്ത്യയെ ഒരു ആധുനിക പുരോഗമന രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യം വയ്ക്കുന്ന പ്രിൻസിപ്പിൾസ്. ഇവയെ നമ്മൾ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയും. ലിബറലിസം എന്ന ഐഡിയോളജിയാണ് ഇതിന്റെ അടിസ്ഥാനം. രാജ്യത്തിന് മൊത്തത്തിൽ ഒരുപോലെയുള്ള നിയമചട്ടക്കൂട് ഉറപ്പാക്കുക, അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ വലിയ ലക്ഷ്യങ്ങൾ. ആധുനികവൽക്കരണം, രാജ്യത്തിന്റെ ഐക്യം, പിന്നെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, ഇതിനൊക്കെയാണ് ഈ പ്രിൻസിപ്പിൾസ് ഊന്നൽ കൊടുക്കുന്നത്. ഇതിലെ ചില പ്രധാന നിർദ്ദേശങ്ങൾ നോക്കിയാലോ? രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരു യൂണിഫോം സിവിൽ കോഡ് ഉറപ്പാക്കുക. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ പരിചരണവും വിദ്യാഭ്യാസവും നൽകുക. ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുക. നമ്മുടെ വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുക. പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക. കണ്ടില്ലേ, ഇതെല്ലാം ഒരു മോഡേൺ നേഷന്റെ വിഷനാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 ക്ലാസിഫിക്കേഷനും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ടോപ്പിക്കിലെ ഏറ്റവും അനലിറ്റിക്കലായ, പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള ബന്ധം. ഇതൊരു ക്രിറ്റിക്കൽ ഏരിയയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ ഭരണഘടനയിലെ ഈ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടോ? അതോ ഇവ ഒരുമിച്ച് പോകുന്നവയാണോ? ഇതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി നമുക്കാദ്യം ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. MCQ ആൻസർ ചെയ്യുമ്പോൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ കീ പോയിന്റ് ഇതാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ വ്യത്യാസം, ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത് പാർട്ട് 3ലാണ്. അവ ജസ്റ്റീഷ്യബിളാണ്. അതായത് അവ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാം, അത് നിയമപരമായി നടപ്പിലാക്കി കിട്ടും. എന്നാൽ DPSPO അത് പാർട്ട് 4ലാണ്. അവ നോൺ ജസ്റ്റീഷ്യബിളാണ്. അതായത് നിയമപരമായി നടപ്പിലാക്കാൻ കോടതിക്ക് കഴിയില്ല. രണ്ടാമത്തെ വ്യത്യാസം, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ DPSP ലക്ഷ്യം വെക്കുന്നത് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെമോക്രസിയാണ്. മൂന്നാമത്തെ വ്യത്യാസം, ഫണ്ടമെന്റൽ റൈറ്റ്സ് പൊതുവെ ഒരു നെഗറ്റീവ് സ്വഭാവമുള്ളതാണ്. അതായത് സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. എന്നാൽ DPSP പോസിറ്റീവാണ്. സ്റ്റേറ്റ് എന്തു ചെയ്യണമെന്നാണ് അത് നിർദ്ദേശിക്കുന്നത്. ഈ വ്യത്യാസങ്ങൾ ഉറപ്പായും ഓർത്തുവയ്ക്കുക. അപ്പോൾ വീണ്ടും ആ ചോദ്യത്തിലേക്ക് വരാം. ഇവ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടോ? സുപ്രീം കോടതി ഇതിന് വളരെ മനോഹരമായൊരു ഉത്തരം തന്നിട്ടുണ്ട്. പ്രശസ്തമായ മിനർവ മിൽസ് കേസിൽ കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള ഒരു ബാലൻസാണ്. അവ ഒരു രഥത്തിന്റെ 2 ചക്രങ്ങൾ പോലെയാണ്. എന്താ അതിന്റെ അർത്ഥം? ഒരു ചക്രം മാത്രമായിട്ട് രഥം ഓടില്ല, രണ്ടും വേണം. അതായത് ഇവ രണ്ടും പരസ്പരം മത്സരിക്കുന്നവരല്ല, മറിച്ച് പരസ്പരം പൂരകങ്ങളാണ്, കോംപ്ലിമെന്ററിയാണ്. ശരി, തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി കുറച്ച് എക്സാം സ്ട്രാറ്റജീസ് നോക്കാം. ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരുമ്പോൾ സാധാരണയായി കാണുന്ന ചില കെണികളും പെട്ടെന്ന് റിവൈസ് ചെയ്യാനുള്ള ചില ടൂൾസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു എക്സാം ട്രാപ്പ്. ശ്രദ്ധിക്കുക, DPSP നോൺ ജസ്റ്റീഷ്യബിളാണ്. അതായത് കോടതി വഴി നടപ്പിലാക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് അൺഇമ്പോർട്ടൻ്റ് ആണ് എന്ന് സ്റ്റേറ്റ്മെന്റ് വരും. ഇത് തികച്ചും തെറ്റാണ്. ആർട്ടിക്കിൾ 37 തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ പ്രിൻസിപ്പിൾസ് ഫണ്ടമെന്റൽ ഇൻ ദ ഗവർണൻസ് ഓഫ് ദി കൺട്രിയാണെന്ന്. അതായത് രാജ്യഭരണത്തിൽ ഇവ അടിസ്ഥാനപരമാണ്. കോടതിക്ക് നിർബന്ധിക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഇത് നടപ്പിലാക്കാൻ സ്റ്റേറ്റിന് ശക്തമായ ഒരു രാഷ്ട്രീയപരവും ധാർമ്മികവുമായ കടമയുണ്ട്. ഇനി ഈ ടേബിൾ ഒന്ന് നോക്കൂ. ഇത് നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വളരെ ഹെൽപ്ഫുള്ളാവും. ഓരോ കാറ്റഗറിയുടെയും പ്രധാന ആശയം, അതായത് കോർ ഐഡിയോളജി, അതിന്റെ പ്രാഥമിക ലക്ഷ്യം, പിന്നെ ഒരു ഉദാഹരണം, ഇതെല്ലാം ഇതിൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് കാണാം. ഇത് മനസ്സിൽ വെച്ചാൽ MCQസിൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അവസാനമായി മെയിൻസിൽ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ഒരു നല്ല ഉത്തരം എഴുതാമെന്ന് നോക്കാം. ഇതാണ് നിങ്ങളുടെ ടെംപ്ലേറ്റ്. സ്റ്റെപ്പ് 1, DPSP എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അതിന്റെ ഭരണഘടനാപരമായ അടിസ്ഥാനം പാർട്ട് 4 ആർട്ടിക്കിൾസ് 36-51 പറയുക. സ്റ്റെപ്പ് 2, അതിന്റെ ഫിലോസഫി വിശദീകരിക്കുക. ആ വെൽഫെയർ സ്റ്റേറ്റ്, ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നീ പോയിന്റുകൾ ഉൾപ്പെടുത്തണം. സ്റ്റെപ്പ് 3, നമ്മൾ പഠിച്ച 3 ക്ലാസിഫിക്കേഷനുകളും കോൺക്രീറ്റുമായ ആർട്ടിക്കിൾ ഉദാഹരണങ്ങൾ സഹിതം വിവരിക്കുക.
സ്റ്റെപ്പ് 4 ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ടുള്ള ബന്ധം അനലൈസ് ചെയ്യുക. അവിടെ മിനർവ മിൽസ് കേസ് ഉറപ്പായും കോട്ട് ചെയ്യണം. സ്റ്റെപ്പ് 5 രാജ്യഭരണത്തിൽ ഇതിനുള്ള അടിസ്ഥാനപരമായ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുക. ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. DSPSCയെ ഭരണഘടനയുടെ മനസാക്ഷിയെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ വിജയം നമ്മൾ എങ്ങനെയാണ് അളക്കേണ്ടത്? അത് പൗരന്മാർക്ക് നൽകുന്ന നിയമപരമായി സംരക്ഷിക്കപ്പെടുന്ന റൈറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണോ, അതോ അത് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഐഡിയൽസിന്റെ, അതായത് ഈ DPSPയുടെ അടിസ്ഥാനത്തിലാണോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു ചർച്ചയിൽ നമ്മൾ ആർട്ടിക്കിൾസ് 36 മുതൽ 40 വരെ ഓരോന്നായി പരീക്ഷയ്ക്ക് വേണ്ട രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ DPSPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ സ്ലൈഡിൽ കാണുന്ന പോലെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് അഥവാ ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക എന്നത് തന്നെ. എന്താണിത്? നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഓരോ പൗരനും രാഷ്ട്രീയ നീതി മാത്രം കിട്ടിയാൽ പോരാ, അവർക്ക് സാമൂഹികവും സാമ്പത്തികവുമായ നീതി കൂടി ഉറപ്പാക്കണം. അതായത് എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം, ആരോഗ്യം, ജീവിക്കാനുള്ള സാഹചര്യം ഇതൊക്കെ ഉറപ്പാക്കുന്ന ഒരു രാഷ്ട്രം. ഈ ഒരു മഹത്തായ ലക്ഷ്യം നേടാൻ സർക്കാരുകൾക്ക് വഴികാട്ടുന്ന ഒരു ടോർച്ച് പോലെയാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ. അതാണ് പാർട്ട് 4ന്റെ ആത്മാവ്. ശരി, നമ്മൾ എങ്ങനെയാണ് ഈ വിഷയം പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം DPSPയുടെ പിന്നിലെ ഭരണഘടനാപരമായ കാഴ്ചപ്പാട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഇതിന്റെ ഒരു ചട്ടക്കൂട്, അതായത് ആർട്ടിക്കിൾസ് 36, 37 എന്നിവ എന്താണ് പറയുന്നതെന്ന് നോക്കും. അതിനുശേഷം സാമൂഹിക നീതി ഉറപ്പാക്കുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളുള്ള ആർട്ടിക്കിൾസ് 38ഉം 39ഉം പഠിക്കും. തൊട്ടടുത്ത് ഗാന്ധിജിയുടെ സ്വപ്നമായ ഗ്രാമസ്വരാജ് പ്രതിഫലിക്കുന്ന ആർട്ടിക്കിൾ 40ലേക്ക് കടക്കും. പിന്നെ കുറച്ച് MCQ ചോദ്യങ്ങൾ പരിശീലിക്കും. അവസാനം മെയിൻസ് പരീക്ഷയ്ക്ക് ഒരു കിടിലൻ ഉത്തരം എങ്ങനെ എഴുതാമെന്നുള്ളൊരു ബ്ലൂ പ്രിന്റ് കൂടി നമ്മൾ ചർച്ച ചെയ്യും. അപ്പോ ഒന്നാമത്തെ ഭാഗം, DSPP ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വിഷൻ. ഇതിന്റെ പിന്നിലെ തത്വശാസ്ത്രം എന്താണ്? വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന ഗവൺമെന്റിന് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണിവ. ഒരു നല്ല നീതിയുക്തമായ സമൂഹം എങ്ങനെ കെട്ടിപ്പടുക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു മാർഗരേഖ. ഉദാഹരണത്തിന്, രാജ്യത്തെ സമ്പത്ത് എല്ലാവർക്കും പ്രയോജനപ്പെടണം, സ്ത്രീക്കും പുരുഷനും തുല്യവേതനം നൽകണം, പരിസ്ഥിതിയെ സംരക്ഷിക്കണം, ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ആരാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കേണ്ടത്? രണ്ടാമത്തെ ഭാഗം, ഫ്രെയിംവർക്ക്, ആർട്ടിക്കിൾസ് 36 ആൻഡ് 37. DPSPയെക്കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഈ 2 ആർട്ടിക്കിളുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇവയാണ് നിർദ്ദേശക തത്വങ്ങളുടെ അടിത്തറ. ആരാണ് ഈ തത്വങ്ങൾ നടപ്പിലാക്കേണ്ടതെന്നും അവയുടെ നിയമപരമായ സ്വഭാവം എന്താണെന്നും കൃത്യമായി പറയുന്നത് ഈ ആർട്ടിക്കിളുകളാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ DPSPയുടെ ഒരു റൂൾ ബുക്കാണിത്. അപ്പം നമ്മൾ നേരത്തെ ചോദിച്ചില്ലേ, ആരാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ നടപ്പിലാക്കേണ്ടതെന്ന്? അതിനുള്ള ഉത്തരമാണ് ആർട്ടിക്കിൾ 36, ദ സ്റ്റേറ്റ് അഥവാ ഭരണകൂടം. ഇനി ആരാണ് ഈ സ്റ്റേറ്റ്? നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, പാർലമെന്റ്, നിയമസഭകൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, LIC, ONGC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇതെല്ലാം സ്റ്റേറ്റ് എന്ന നിർവചനത്തിൽ വരും. ഒരു കാര്യം ശ്രദ്ധിക്കുക, പാർട്ട് 4ൽ സ്റ്റേറ്റ് എന്നതിന് പ്രത്യേക നിർവചനമില്ല. പാർട്ട് 3ൽ, അതായത് മൗലിക അവകാശങ്ങളിൽ, ആർട്ടിക്കിൾ 12ൽ പറയുന്ന അതേ നിർവചനം തന്നെയാണ് ഇവിടെയും ബാധകം. ഈ കാണുന്ന ടേബിൾ, ഇത് ശരിക്കും ഒരു മാർക്കുറപ്പിക്കാനുള്ള ഒരു ട്രിക്കാണ്. പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണിത്. UPSC പോലുള്ള പരീക്ഷകളിൽ സ്റ്റേറ്റ് എന്നതിന്റെ നിർവചനം പാർട്ട് 3ലും പാർട്ട് 4ലും വ്യത്യസ്തമാണോന്ന് ചോദിക്കാറുണ്ട്. ഉത്തരം വളരെ വ്യക്തമാണ്, അല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. മൗലികാവകാശങ്ങൾ ആർക്കെതിരെയാണോ നമുക്ക് ലഭിക്കുന്നത്, അതേ സ്ഥാപനങ്ങൾക്ക് തന്നെയാണ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനുള്ള കടമയും. ഈ ഒരു പോയിന്റ് ഓർത്തുവെച്ചാൽ മതി. അപ്പോൾ രണ്ടിടത്തും സ്റ്റേറ്റ് ഒന്നാണെങ്കിൽ പിന്നെന്താണ് മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം? ഇതാണ് ആ ക്വസ്റ്റ്യൻ ചോദ്യം. ഒരുപക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സും DSPയും തമ്മിലുള്ള ഏറ്റവും നിർണായകമായ വ്യത്യാസം ഇതായിരിക്കാം. ഈ നിർദ്ദേശക തത്വങ്ങൾ ഒരു കോടതി വഴി നമുക്ക് നടപ്പിലാക്കി കിട്ടുമോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഉത്തരം വളരെ സിമ്പിളാണ്, ഇല്ല. ഇതിനെയാണ് നമ്മൾ ഭരണഘടനയിൽ നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് പറയുന്നത്. അതായത് കോടതി മുഖേന നടപ്പിലാക്കാൻ സാധിക്കില്ല. ഒരു ഉദാഹരണം പറയാം. എല്ലാവർക്കും തൊഴിൽ നൽകാൻ ശ്രമിക്കണം എന്നത് ഒരു നിർദ്ദേശക തത്വമാണ്. പക്ഷേ സർക്കാർ എനിക്ക് ജോലി തന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ മൗലികാവകാശങ്ങൾ, ഉദാഹരണത്തിന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം,
അത് ലംഘിക്കപ്പെട്ടാൽ നമുക്ക് നേരെ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാം. ഇതാണ് പ്രധാന വ്യത്യാസം. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, കോടതിയിൽ പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്ത് കാര്യമല്ലേ? അവിടെയാണ് ആർട്ടിക്കിൾ 37ന്റെ പ്രസക്തി. ഇവ നിയമപരമായി എൻഫോഴ്സിബിൾ അല്ലായിരിക്കാം, പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഭരണത്തിൽ ഇവ ഫണ്ടമെന്റൽ, അതായത് അടിസ്ഥാനപരമാണ്. ഏതൊരു നിയമം നിർമ്മിക്കുമ്പോഴും ഏതൊരു നയം രൂപീകരിക്കുമ്പോഴും സർക്കാരുകൾ ഈ തത്വങ്ങൾ പരിഗണിക്കണം. ഇത് സർക്കാരിന്റെ ഒരു ധാർമ്മിക കടമയാണ്. ഒരു കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ പോലെയാണിത്. പുറത്തേക്ക് കാണില്ല, പക്ഷെ കെട്ടിടം ഉറച്ചു നിൽക്കുന്നത് അതിന്റെ ബലത്തിലാണ്. അതുപോലെയാണ് നമ്മുടെ ഭരണ സംവിധാനത്തിൽ DPSPയുടെ സ്ഥാനം. ഇനി നമ്മൾ DPSPയുടെ ഹൃദയഭാഗത്തേക്ക് കടക്കുകയാണ്. സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന ചില തത്വങ്ങളാണിത്. അതായത് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകുക എന്നൊക്കെയുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. അതാണ് ആർട്ടിക്കിൾസ് 38ഉം 39ഉം. ആർട്ടിക്കിൾ 38 എന്താണ് പറയുന്നത്? ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കണം. എങ്ങനെ? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പാക്കുന്ന ഒരു സാമൂഹിക ക്രമം ഉണ്ടാക്കിക്കൊണ്ട്. എന്നാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുണ്ട്. 1978ലെ 44ാമത് ഭേദഗതിയിലൂടെ ഇതിലേക്ക് ഒരു ഭാഗം കൂടി കൂട്ടിച്ചേർത്തു. വരുമാനം, പദവി, സൗകര്യങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള അസമത്വങ്ങൾ കുറയ്ക്കാൻ സർക്കാർ പരിശ്രമിക്കണം എന്നതായിരുന്നു അത്. ഇവിടെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഡൈനാമിക് ലിങ്കേജ് എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. അതായത് ഭരണഘടനയിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ആശയം സ്റ്റാറ്റിക്, പിന്നീട് കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് ഒരു ഭേദഗതിയിലൂടെ ഡൈനാമിക് കൂടുതൽ ശക്തമാക്കി. അടുത്തത് ആർട്ടിക്കിൾ 39. ഇതിലെ ഓരോ പോയിന്റും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 39A പറയുന്നത് എല്ലാ പൗരന്മാർക്കും ജീവിക്കാൻ ഉതകുന്ന ഒരു മാർഗം ഉറപ്പാക്കണമെന്നാണ്. MGNREGA പോലുള്ള പദ്ധതികൾ ഇതിന്റെ ഒരു പ്രായോഗിക രൂപമാണ്. 39B അനുസരിച്ച് രാജ്യത്തിന്റെ വിഭവങ്ങൾ പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യണം. 39C പറയുന്നത് സമ്പത്തും ഉൽപ്പാദന ഉപാധികളും കുറച്ചുപേരുടെ കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കരുത് എന്നാണ്. ഇനി 39D, ഇത് എപ്പോഴും ചോദ്യം വരുന്ന ഒന്നാണ്. ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും ഒരേ ശമ്പളം ഉറപ്പാക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976 വന്നത്. 39E തൊഴിലാളികളുടെയും കുട്ടികളുടെയും ആരോഗ്യവും ശക്തിയും സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ 39F കുട്ടികൾക്ക് ആരോഗ്യത്തോടെ വളരാനുള്ള അവസരങ്ങൾ നൽകണമെന്ന് വ്യക്തമാക്കുന്നു. ICDS, പോക്സോ നിയമങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ്. ശരി, ഇനി നമ്മൾ വരുന്നത് ഗാന്ധിജിയുടെ സ്വപ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ആർട്ടിക്കിളിലേക്കാണ്. ഗാന്ധിയൻ ആദർശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള തത്വങ്ങൾ. ഇതിന്റെ പ്രധാന ആശയം ഡീസെൻട്രലൈസേഷൻ അഥവാ അധികാര വികേന്ദ്രീകരണമാണ്. അതായത് ഭരണം മുകളിൽ നിന്ന് താഴേക്ക് വരണം, അധികാരം ജനങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് എത്തണം. അതാണിതിന്റെ കാതൽ. ആർട്ടിക്കിൾ 40 ഒറ്റശ്വാസത്തിൽ പറയാവുന്ന ഒന്നാണ്, പക്ഷേ അതിന്റെ അർത്ഥം വളരെ വലുതാണ്. ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കാനും അവയ്ക്ക് സ്വയംഭരണ യൂണിറ്റുകളായി പ്രവർത്തിക്കാൻ ആവശ്യമായ അധികാരങ്ങളും അവകാശങ്ങളും നൽകാനും സ്റ്റേറ്റ് നടപടികൾ സ്വീകരിക്കണം. നമ്മുടെ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി ഗ്രാമങ്ങളിലാണെന്ന് വിശ്വസിച്ച ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന് ഭരണഘടന നൽകിയ ആദരവാണ് ഈ ആർട്ടിക്കിൾ. കണ്ടോ, ഇതാണ് നിർദ്ദേശക തത്വങ്ങളുടെ പവർ. വെറുമൊരു നിർദ്ദേശമായി ഭരണഘടനയുടെ ഒരു മൂലയ്ക്ക് കിടന്ന ആർട്ടിക്കിൾ 40 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ വിപ്ലവത്തിന് തന്നെ കാരണമായി. 1992ലെ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട്, അതായത് പഞ്ചായത്തീരാജ് നിയമം, ഈ ആർട്ടിക്കിളിന് ജീവൻ നൽകി. ഈ ഭേദഗതിയിലൂടെ പഞ്ചായത്തുകൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു. ഗാന്ധിജിയുടെ സ്വപ്നം ഒരു പരിധിവരെ യാഥാർത്ഥ്യമായി. പരീക്ഷയ്ക്ക് ഇതൊരു ഷ്വർ ക്വസ്റ്റ്യനാണ്. ഗാന്ധിയൻ ആദർശമായ ഗ്രാമസ്വരാജിന് ഭരണഘടനാപരമായ രൂപം നൽകിയ ഭേദഗതി ഏതാണ്? ഉത്തരം 73rd അമെൻഡ്മെന്റ്. ശരി, ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നമുക്ക് കുറച്ചു പരീക്ഷാചൂടുള്ള ചോദ്യങ്ങളിലേക്ക് കടന്നാലോ? MCQ എലിമിനേഷൻ ഡ്രിൽസ്. ഇവിടെ നമ്മൾ ശരിയായ ഉത്തരം കണ്ടെത്താൻ മാത്രമല്ല, തെറ്റായ ഓപ്ഷനുകൾ എങ്ങനെ വെട്ടിമാറ്റി ശരിയിലേക്ക് എത്താമെന്ന് കൂടി പരിശീലിക്കും. ഈ ടേബിൾ നോക്കൂ. ഇത് മനസ്സിൽ വെച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. ഒന്നാമത്തേത് ജസ്റ്റീഷ്യാബിലിറ്റി. മൗലികാവകാശങ്ങൾക്ക് കോടതിയെ സമീപിക്കാം, DPSPക്ക് പറ്റില്ല. രണ്ടാമത്തേത് നേച്ചർ. മൗലികാവകാശങ്ങൾ പലപ്പോഴും സർക്കാർ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതുകൊണ്ട് അവയെ നെഗറ്റീവായി കാണുന്നു. എന്നാൽ DPSP സർക്കാർ ഇത് ചെയ്യണം എന്ന് പറയുന്നതുകൊണ്ട് അവ പോസിറ്റീവാണ്.
മൂന്നാമത്തെ വ്യത്യാസം ഒബ്ജക്റ്റീവ്. മൗലികാവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യം ഉറപ്പാക്കുമ്പോൾ DPSP ലക്ഷ്യമിടുന്നത് സാമൂഹിക സാമ്പത്തിക ജനാധിപത്യമാണ്. നാലാമത്തേത് സാങ്ഷൻ. മൗലികാവകാശങ്ങൾക്ക് നിയമത്തിന്റെ പിൻബലമുണ്ട്. DPSPക്കുള്ളത് ധാർമ്മികവും രാഷ്ട്രീയവുമായ പിൻബലമാണ്, അതായത് ജനങ്ങളുടെ വോട്ട്. ഓക്കെ, ഒരു ട്രിക്കി ചോദ്യം. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അതായത് തുല്യ ജോലിക്ക് തുല്യവേതനം എന്നത് ഒരു മൗലികാവകാശമാണോ? ഇതൊരു ട്രാപ്പ് അലേർട്ടാണ്. ഉത്തരം അല്ല. അത് ആർട്ടിക്കിൾ 39D പ്രകാരമുള്ള ഒരു നിർദ്ദേശക തത്വം മാത്രമാണ്. എന്തുകൊണ്ടാണിത് മൗലികാവകാശം ആക്കാഞ്ഞത്? കാരണം ഇത് നടപ്പിലാക്കാൻ ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഇതൊരു ലക്ഷ്യമായി സർക്കാരുകൾക്ക് മുന്നിൽ വെച്ചുകൊടുക്കുകയാണ് ഭരണഘടന ചെയ്തത്, അല്ലാതെ ഉടനടി നടപ്പിലാക്കേണ്ട ഒരു മൗലികാവകാശമായിട്ടല്ല. ശരി, MCQ മാത്രമല്ലല്ലോ, നമുക്ക് മെയിൻസും എഴുതണ്ടേ. അപ്പോൾ DPSPയെ പറ്റി ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ഒരു ടോപ്പ് സ്കോറിംഗ് ഉത്തരം എഴുതാം എന്ന് നോക്കാം. ഒരു നല്ല സ്ട്രക്ചർ ഉണ്ടെങ്കിൽ പകുതി മാർക്ക് അവിടെ തന്നെ കിട്ടും. ഈ 4 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി. 1. ഒരു കിടിലൻ ഇൻട്രൊഡക്ഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4-ൽ ക്ഷേമരാഷ്ട്രം എന്ന ലക്ഷ്യത്തോടെ ഉൾപ്പെടുത്തിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് DPSP എന്ന് പറയാം. 2. ചോദ്യത്തിൽ ആവശ്യപ്പെട്ട ആർട്ടിക്കിളുകൾ കൃത്യമായി ഉദ്ധരിച്ച് വിശദീകരിക്കുക. 3. സിഗ്നിഫിക്കൻസ് ആൻഡ് ഇവല്യൂഷൻ. ആർട്ടിക്കിളുകൾ വെറുതെ പറയുകയല്ല, 44th 73rd ഭേദഗതികൾ പോലുള്ളവയുമായി അതിനെ ബന്ധിപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിക് ഡൈനാമിക് ലിങ്കേജ്. 4. ഒരു നല്ല കൺക്ലൂഷൻ. DPSP ഭരണഘടനയുടെ മനസാക്ഷിയാണെന്നും ഒരു സർക്കാരിന്റെ പ്രകടനം അളക്കാനുള്ള ജനങ്ങളുടെ അളവുകോലാണെന്നും പറഞ്ഞ് ഉപസംഹരിക്കാം. അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഈ നിർദ്ദേശക തത്വങ്ങൾ കോടതി വഴി നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്താണ് ആധുനിക ഇന്ത്യൻ ഭരണത്തിൽ ഇവയുടെ യഥാർത്ഥ ശക്തി? ചിലപ്പോ അതിന്റെ ശക്തി നിയമത്തിലല്ല, മറിച്ച് ജനങ്ങളിലാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും തങ്ങളുടെ വിധി നിർണയിക്കാൻ വരുന്ന ജനങ്ങളെ ഏതൊരു സർക്കാരും ഭയപ്പെടില്ലേ? ഒരുപക്ഷെ അതാവാം DPSPയുടെ യഥാർത്ഥ ശക്തി, പൊളിറ്റിക്കൽ സാങ്ഷൻ. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ആർട്ടിക്കിൾസ് 41 മുതൽ 45 വരെയുള്ള നിർദ്ദേശക തത്വങ്ങൾ വളരെ ആഴത്തിൽ പരിശോധിക്കാൻ പോവുകയാണ്. ഓരോ ആർട്ടിക്കിളിന്റെയും കൃത്യമായ അർത്ഥമെന്താണ്, അതിന്റെ പിന്നിലെ ഭരണഘടനാപരമായ ഉദ്ദേശമെന്താണ്, പിന്നെ പരീക്ഷയിൽ നിങ്ങളെ എങ്ങനെയൊക്കെ കുഴപ്പിക്കാം, ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ആശയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ആത്യന്തികമായ ലക്ഷ്യം? ഈ സ്ലൈഡിൽ കാണുന്നത് തന്നെയാണ് അതിന്റെ ഉത്തരം. വെറുമൊരു രാഷ്ട്രീയ ജനാധിപത്യം മാത്രമല്ല, മറിച്ച് സാമൂഹികവും സാമ്പത്തികവുമായ ഒരു ജനാധിപത്യം സ്ഥാപിക്കുക. അതായത് ഒരു സ്റ്റേറ്റിന്റെ ജോലി നിയമം നടപ്പാക്കുക മാത്രമല്ല, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നതുകൂടിയാണ്. ഇതിനെയാണ് നമ്മളൊരു പോലീസ് സ്റ്റേറ്റിൽ നിന്ന് ഒരു വെൽഫെയർ സ്റ്റേറ്റിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത്. ഈ ഒരു അടിത്തറ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ ആർട്ടിക്കിളിനെയും സമീപിക്കാൻ. ശരി, ഇതാണ് ഇന്നത്തെ നമ്മുടെ റോഡ് മാപ്പ്. ആദ്യം DPSPയുടെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് നോക്കും. പിന്നെ സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ, ലിബറൽ എന്നിങ്ങനെയുള്ള അതിന്റെ തരംതിരിവുകൾ. കൂട്ടത്തിൽ ആർട്ടിക്കിൾ 45-ന് വന്ന ഒരു പ്രധാന ഭേദഗതി. അവസാനം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായി ഒരു റിവിഷനും സാധാരണ വരുന്ന ചില കെണികളും. അപ്പൊ നമുക്ക് തുടങ്ങാം. ശരി, നമ്മുടെ ആദ്യത്തെ ഭാഗം DPSP, ഭരണകൂടത്തിന്റെ മനസാക്ഷി. എന്തിനാണിതിനെ അങ്ങനെ വിളിക്കുന്നത്? വളരെ സിമ്പിളാണ്. കാരണം ഒരു നിയമമുണ്ടാക്കുമ്പോൾ ഒരു സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ലക്ഷ്യം വെക്കണം, എന്തൊക്കെ മൂല്യങ്ങൾ പരിഗണിക്കണം എന്നതിന്റെ ഒരു ധാർമ്മിക വഴികാട്ടിയാണിത്. ഇതിന്റെ ഭരണഘടനാപരമായ കടമ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സ്ലൈഡിലെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ നോക്കണം. ഫണ്ടമെന്റൽ ഇൻ ദ ഗവർണൻസ് ഓഫ് ദ കൺട്രി. ഇത് വെറുമൊരു ഉപദേശമല്ല. നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്റ്റേറ്റ് ഇവ പ്രയോഗിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ഭരണഘടന പറയുന്നു. ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാവുന്നത്? അവിടെ സ്റ്റേറ്റിനോട് ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഒബ്ലിഗേഷനാണ് നമ്മൾ കാണുന്നത്. ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് MCQയിൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി നമുക്ക് DPSPകളെ അവയുടെ സ്വഭാവമനുസരിച്ച് ഒന്ന് തരംതിരിക്കാം. ഇതിൽ ആദ്യത്തേതാണ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്. ഇവിടെ സോഷ്യലിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഓർക്കണം, ഇത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. അതായത് അവസര സമത്വം ഉറപ്പാക്കുന്ന, ചൂഷണമില്ലാതാക്കുന്ന ഒരു ക്ഷേമരാഷ്ട്രം. ആർട്ടിക്കിൾ 41-ഉം 42-ഉം ഈ ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോ സോഷ്യലിസ്റ്റ് തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആർട്ടിക്കിൾ 41.
എന്താണിത് ഉറപ്പു നൽകാൻ ശ്രമിക്കുന്നത്? നമുക്ക് നോക്കാം. ഈ പ്രൊവിഷൻ പേർപ്പസ് രീതിയിൽ തന്നെ ഇത് പഠിക്കാൻ ശ്രമിക്കുക. പ്രൊവിഷൻ എന്താണ് പറയുന്നത്? ജോലി, വിദ്യാഭ്യാസം, പൊതുസഹായം എന്നിവയ്ക്കുള്ള അവകാശം ഉറപ്പാക്കണം. എന്തിന്? അതാണ് പേർപ്പസ്. തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം ഇതൊന്നും ആരും ചോദിച്ചു വാങ്ങുന്നതല്ല. അങ്ങനെയുള്ള അൺഡിസേർവ്ഡ് വോണ്ട് അഥവാ അർഹിക്കാത്ത ഇല്ലായ്മകൾ വരുമ്പോൾ ഒരു പൗരനെ സംരക്ഷിക്കാൻ സ്റ്റേറ്റിന് ഒരു കടമയുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന MGNREJ, ദേശീയ സാമൂഹിക സഹായ പദ്ധതികൾ, വാർദ്ധക്യകാല പെൻഷൻ ഇതെല്ലാം ഈ ആർട്ടിക്കിൾ 41 എന്ന ആശയത്തിന്റെ പ്രായോഗിക രൂപങ്ങളാണ്. ഓക്കെ, ജോലി കൊടുത്താൽ മാത്രം മതിയോ? പോരാ. ആ ജോലി ചെയ്യുന്ന സാഹചര്യം കൂടി നീതിയുക്തവും മനുഷ്യത്വപരവുമാകണ്ടേ? അതാണ് ആർട്ടിക്കിൾ 42 പറയുന്നത്. ഇത് ആർട്ടിക്കിൾ 41ന്റെ ഒരു സ്വാഭാവികമായ തുടർച്ചയാണെന്ന് പറയാം. ഇവിടെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ 2 കീവേഡ്സ് ഓർത്തിരിക്കണം. ഒന്ന്, ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻസ് ഓഫ് വർക്ക്. 2, മെറ്റേണിറ്റി റിലീഫ്. ആദ്യത്തേത് തൊഴിലാളിയുടെ ആരോഗ്യവും അന്തസ്സും സംരക്ഷിക്കുന്നു. നമ്മുടെ ഫാക്ടറീസ് ആക്ട്, മൈൻസ് ആക്ട് ഒക്കെ ഇതിന്റെ ഭാഗമാണ്. രണ്ടാമത്തേത് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പോലുള്ള നിയമങ്ങളിലൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നു. ഇതേ ഒരു സ്ത്രീയുടെ മാത്രം കാര്യമല്ല, അടുത്ത തലമുറയുടെ ആരോഗ്യവും രാജ്യത്തിന്റെ ഭാവിയും ഉറപ്പാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ്. ശരി, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പരീക്ഷയിൽ സ്ഥിരമായ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 43. ഇതിന്റെ പ്രത്യേകത എന്താണെന്നാൽ ഇതിൽ ഒരു സോഷ്യലിസ്റ്റ് ആശയവും ഒരു ഗാന്ധിയൻ ആശയവും ഒരുമിച്ച് വരുന്നുണ്ട്. ഇവ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഈ സ്ലൈഡ് ഒരു ഹൈ yielded MCQ ഏരിയയാണ്. വളരെ ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 43 പറയുന്ന ലിവിംഗ് വേജ് എന്നത് ഒരു സോഷ്യലിസ്റ്റ് തത്വമാണ്. അത് തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്താൻ ലക്ഷ്യം വയ്ക്കുന്നു. എന്നാൽ ഇതേ ആർട്ടിക്കിളിൽ തന്നെ പറയുന്ന പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് അഥവാ കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഒരു തനി ഗാന്ധിയൻ ആശയമാണ്. ഗ്രാമീണ സ്വയം പര്യാപ്തതയായിരുന്നു ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. ഈ 2 ആശയങ്ങളും ഒരേ ആർട്ടിക്കിളിലാണ് വരുന്നതെന്ന് മറക്കരുത്. ലിവിംഗ് വേജ്, മിനിമം വേജ്, ഫെയർ വേജ്, ഈ 3 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം പരീക്ഷയിൽ ചോദിക്കാം. മിനിമം വേജ് എന്ന് പറഞ്ഞാൽ പട്ടിണിയില്ലാതെ ജീവിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ കൂലി. എന്നാൽ ആർട്ടിക്കിൾ 43 ലക്ഷ്യമിടുന്നത് അതിലും മുകളിലുള്ള ലിവിംഗ് വേജാണ്. അത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്ന അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇൻഷുറൻസ്, ചെറിയ വിനോദങ്ങൾ എന്നിവ കൂടി ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യന് അന്തസ്സോടെ ജീവിക്കാൻ ആവശ്യമായ വേതനമാണ്. നമ്മുടെ അടുത്ത വിഭാഗമാണ് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. വ്യക്തിസ്വാതന്ത്ര്യം, യുക്തിചിന്ത, ആധുനികത, നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത തുടങ്ങിയ ആശയങ്ങൾക്കാണ് ഇവിടെ ഊന്നൽ. ആർട്ടിക്കിൾ 44ഉം 45ഉം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്. പരീക്ഷയുടെ വീക്ഷണകോണിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഇതിന്റെ ലക്ഷ്യമാണ്. നാഷണൽ ഇന്റഗ്രേഷൻ, അതായത് ദേശീയോദ്ഗ്രഥനം. വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം തുടങ്ങിയ കാര്യങ്ങളിൽ ഓരോ മതവിഭാഗത്തിനും ഓരോ നിയമം നിലനിർത്തുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിന് ഒരു തടസ്സമാകാമെന്ന കാഴ്ചപ്പാടാണ് ഇതിനു പിന്നിൽ. ഭരണഘടനയിലെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നതും നടപ്പിലാക്കാൻ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഒരു നിർദ്ദേശക തത്വമാണിത്. നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഭരണഘടന ഒരു ജീവനുള്ള രേഖയാണെന്ന്. അതിനേറ്റവും മികച്ചൊരു ഉദാഹരണമാണ് ആർട്ടിക്കിൾ 45ന് സംഭവിച്ച മാറ്റം. എങ്ങനെയാണ് ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പിന്നീടൊരു ഫണ്ടമെന്റൽ റൈറ്റായി മാറുന്നത്, അതിലൂടെ ആ ആർട്ടിക്കിളിന്റെ ഉള്ളടക്കം തന്നെ എങ്ങനെ മാറുന്നു എന്നതിന്റെ ഒരു മികച്ച കേസ് സ്റ്റഡിയാണിത്. ഈ ടൈം ലൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. 2002 86th ഭേദഗതിക്ക് മുൻപ് ആർട്ടിക്കിൾ 45 പറഞ്ഞിരുന്നത് 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്നായിരുന്നു. എന്നാൽ 86th ഭേദഗതി വന്നപ്പോൾ 6 മുതൽ 14 വയസ്സുവരെയുള്ള വിദ്യാഭ്യാസം ആർട്ടിക്കിൾ 21A പ്രകാരം ഒരു മൗലികാവകാശമായി മാറി. അപ്പോൾ പിന്നെ ആർട്ടിക്കിൾ 45ന് എന്ത് പ്രസക്തി? അതിന്റെ ലക്ഷ്യം ഒരു മൗലികാവകാശമായി മാറിയതുകൊണ്ട് ഭരണഘടന അതിന്റെ ഫോക്കസ് മാറ്റി. ഇപ്പോൾ ആർട്ടിക്കിൾ 45 പറയുന്നത് 6 വയസ്സ് പൂർത്തിയാകുന്നതുവരെയുള്ള കുട്ടികളുടെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, അതായത് ECCE ഉറപ്പാക്കാനാണ്. നമ്മുടെ അംഗൻവാടികളൊക്കെ ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത്. ഓക്കേ, നമ്മൾ എല്ലാ ആർട്ടിക്കിളുകളും പഠിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പരീക്ഷാ ഹാളിൽ മാർക്കായി മാറ്റാം? സാധാരണയായി വരുന്ന ചില ട്രാപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് വേഴ്സസ് DPSP. ഇതിൽ നിന്ന് ഒരു ചോദ്യമില്ലാത്ത പോളിറ്റി പേപ്പർ ഉണ്ടാകാൻ സാധ്യതയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. നിങ്ങളുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം.
കാരണം അത് ജസ്റ്റിഷ്യബിൾ ആണ്. എന്നാൽ ഒരു DPSP നടപ്പിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ സാധിക്കില്ല. അത് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നത് സ്റ്റേറ്റിനുള്ള ഡോൺസ് ആണ്, ഒരു നെഗറ്റീവ് ഓബ്ലിഗേഷൻ. എന്നാൽ DPSPs എന്നത് സ്റ്റേറ്റിനുള്ള ടു ഡു ലിസ്റ്റ് ആണ്, ഒരു പോസിറ്റീവ് ഓബ്ലിഗേഷൻ. ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തതിന്റെ രത്നചുരുക്കം. ഈ ടേബിൾ നിങ്ങളുടെ റിവിഷന് വളരെ ഉപകാരപ്പെടും. നോക്കൂ, ആർട്ടിക്കിൾ 41-ന് നേരെ അൺഡിസർവ്ഡ് വോണ്ട്, ആർട്ടിക്കിൾ 43-ന് നേരെ ലിവിംഗ് വേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, ആർട്ടിക്കിൾ 44-ന് നേരെ നാഷണൽ ഇന്റഗ്രേഷൻ. ഈ കീവേഡ്സ് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. പരീക്ഷയുടെ തലേദിവസം ഒരു ക്വിക്ക് റിവിഷന് ഈയൊരു ടേബിൾ മാത്രം മതിയാകും. ഈ നമ്പർ മറക്കരുത്, 86, ദ 86 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 2002. എന്തുകൊണ്ടാണ് ഇതിത്ര അധികം പ്രധാനപ്പെട്ടതാകുന്നത്? കാരണം പാർട്ട് 4-ലുണ്ടായിരുന്ന ഒരു നിർദ്ദേശക തത്വത്തെ, അതായത് വിദ്യാഭ്യാസത്തെ, പാർട്ട് 3-ലെ ഒരു മൗലികാവകാശമാക്കി മാറ്റിയ ഭേദഗതിയാണിത്. ഇത് DSPകളും ഫണ്ടമെന്റൽ റൈറ്റ്സും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കാണിക്കുന്നു. ഇന്നൊരു DSP ആയത് നാളത്തെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയേക്കാം. അപ്പോ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ചോദ്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. യൂണിഫോം സിവിൽ കോഡ് ദേശീയോദ്ഗ്രഥനത്തിന് അനിവാര്യമാണോ? നിങ്ങളുടെ ഉത്തരം തയ്യാറാക്കുമ്പോൾ ഭരണഘടനാപരമായ ലക്ഷ്യങ്ങളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും ഒരുപോലെ പരിഗണിക്കാൻ ശ്രമിക്കുക. ഓർക്കുക, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നത് വെറുതെ പഠിക്കാനുള്ള നിയമങ്ങളല്ല, മറിച്ച് ഇന്ത്യ എന്ന രാഷ്ട്രം ഇന്നും യാത്ര തുടരുന്ന പാതയിലെ വഴികാട്ടികളാണ്. ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾ 46 മുതൽ 50 വരെ. സത്യം പറഞ്ഞാൽ ഈ 5 ആർട്ടിക്കിളുകൾക്ക് നിങ്ങളുടെ റാങ്ക് തന്നെ മാറ്റിമറിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? അപ്പോൾ ഭരണഘടനയിലെ ഒരൊറ്റ വാക്കിന് നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. പോളിറ്റിയിൽ മാർക്ക് പോകുന്നത് എവിടെയാണെന്നറിയോ? സ്പെഷ്യൽ കെയർ, പബ്ലിക് ഹെൽത്ത്, ഇതുപോലുള്ള വാക്കുകൾ തമ്മിലുള്ള ചെറിയ വ്യത്യാസം ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ഈ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിലാണ് വിജയം. അതാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്ന് പറയാം. ആദ്യം ആർട്ടിക്കിൾ 46, പിന്നെ എപ്പോഴും തെറ്റിക്കുന്ന ആർട്ടിക്കിൾ 47, 48-ലെ ഡ്യുവൽ പ്രിൻസിപ്പിൾസ്, അത് കഴിഞ്ഞ് ആർട്ടിക്കിൾ 49, 50. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഇതൊക്കെ വെച്ച് MCQകൾ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ആയിരിക്കും. അവസാനം ഒരു ക്വിക്ക് സമ്മറിയും മെയിൻസിന് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നതും നോക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ, ആർട്ടിക്കിൾ 46, അഫർമേറ്റീവ് സ്റ്റേറ്റ് ഡ്യൂട്ടി. നോക്കൂ, ആർട്ടിക്കിൾ 46 എന്താണ് പറയുന്നതെന്ന്? ദ സ്റ്റേറ്റ് ഷാൽ പ്രൊമോട്ട് വിത്ത് സ്പെഷ്യൽ കെയർ. കണ്ടോ ആ വാക്ക്? സ്പെഷ്യൽ കെയർ. സാധാരണ ഒരു പ്രൊമോഷനല്ല, പ്രത്യേക ശ്രദ്ധയോടെ ചെയ്യണം. ആർക്ക് വേണ്ടി? വീക്കർ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ. എന്നിട്ട് എടുത്തു പറയുന്നു, ഇൻ പർട്ടിക്കുലർ ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അപ്പോൾ സ്പെഷ്യൽ കെയർ, വീക്കർ സെക്ഷൻസ്, SCs ആൻഡ് STs, ഈ 3 കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 46-ന്റെ കാതൽ. അപ്പോൾ ഇതിന്റെ പിന്നിലെ ലോജിക് എന്താണ്? വളരെ സിമ്പിൾ. പ്രൊവിഷൻ എന്താണ്? വീക്കർ സെക്ഷൻസിനെ സഹായിക്കുക. എന്തിനു വേണ്ടി? അതാണ് പേർപ്പസ്. സാമൂഹിക നീതി ഉറപ്പാക്കാനും ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കാനും. ഇനി പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ഇതൊരു ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്. ഓർത്തുക, SCs, STs, വീക്കർ സെക്ഷൻസ് എന്നൊക്കെ കണ്ടാൽ അത് ഗാന്ധിയൻ പ്രിൻസിപ്പിളുമായി കണക്ട് ചെയ്യണം. ഈ ഒരു കണക്ഷൻ മാത്രം മതി ഒരു മാർക്ക് നേടാൻ. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് അടുത്ത സെക്ഷനിലേക്കാണ്, ആർട്ടിക്കിൾ 47-ഉം 48-ഉം. ശ്രദ്ധിക്കുക, ഇതൊരു ക്ലാസിക് ട്രാപ്പ് ഏരിയയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2 ആർട്ടിക്കിളുകൾക്കും ഡ്യുവൽ ക്ലാസിഫിക്കേഷനുണ്ട്. അതായത് ഒരേ ആർട്ടിക്കിളിന്റെ ഉള്ളിൽ തന്നെ 2 തരം പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. നമുക്ക് ഈ കെണിയിൽ വീഴാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ആർട്ടിക്കിൾ 47 എടുക്കാം. ഒറ്റ നോട്ടത്തിൽ വളരെ സിമ്പിളായിട്ട് തോന്നും. സ്റ്റേറ്റിന്റെ കടമയാണ് ജനങ്ങളുടെ ന്യൂട്രീഷൻ ലെവൽ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, പബ്ലിക് ഹെൽത്തൊക്കെ മെച്ചപ്പെടുത്തുക എന്നത്. ഇതാണ് ഇതിന്റെ പ്രധാന ആശയം. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിനുള്ളിൽ 2 വ്യത്യസ്ത ആശയങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇങ്ങനെയാണ് ആർട്ടിക്കിൾ 47-നെ നമ്മൾ പിരിക്കേണ്ടത്. ഒരു വശത്ത് ന്യൂട്രീഷനും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും ഉയർത്തുന്നത് ഒരു സോഷ്യലിസ്റ്റിക് ആസ്പെക്റ്റാണ്, അല്ലേ? എല്ലാവർക്കും നല്ല ജീവിത സാഹചര്യം ഒരുക്കുക എന്നത് സോഷ്യലിസ്റ്റ് ആശയമാണ്. എന്നാൽ മറുവശത്ത് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ്, അതായത് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവ നിരോധിക്കാൻ പറയുന്നത് ഒരു ഗാന്ധിയൻ ആസ്പെക്റ്റാണ്. കണ്ടോ, ഒരേ ആർട്ടിക്കിൾ 47, പക്ഷേ 2 ക്ലാസിഫിക്കേഷൻ, സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ. ഇത് തെറ്റിക്കരുത്. ഇതാണ് പരീക്ഷയിലെ ട്രാപ്പ്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 48-ലേക്ക് വരാം.
ഇതും 47 പോലെ തന്നെ ഒരു ഡുവൽ പ്രിൻസിപ്പൽ ആർട്ടിക്കിളാണ്. കൃഷിയും മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് ഈ ആർട്ടിക്കിൾ. ഇവിടെയും 2 ആശയങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെയാണ് ശരിക്കും കൺഫ്യൂഷൻ വരാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. ആർട്ടിക്കിൾ 48ന്റെ ഒരു ഭാഗം പറയുന്നത് കൃഷിയും മൃഗസംരക്ഷണവും മോഡേൺ ആൻഡ് സയന്റിഫിക് ലൈൻസിൽ സംഘടിപ്പിക്കണം എന്നാണ്. ഇത് ഏത് തത്വത്തിൽ വരും? ഇതൊരു ലിബറൽ ഇന്റലക്ച്വൽ ആസ്പെക്റ്റാണ്. കാരണം ശാസ്ത്രീയമായ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ അതേ ആർട്ടിക്കിളിന്റെ മറ്റൊരു ഭാഗം പറയുന്നു പ്രൊഹിബിഷൻ ഓഫ് ദി സ്ലോട്ടർ ഓഫ് കൗസ് കാവ്സ് എന്ന്. ഇത് ഏത് തത്വമാണ്? ഇത് പ്യുവർ ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്. അപ്പോൾ കണ്ടില്ലേ, ഒരേ ആർട്ടിക്കിളിൽ മോഡേൺ സയൻസും വരുന്നുണ്ട്, പശു സംരക്ഷണവും വരുന്നുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ ഒരു മാർക്ക് പോക്കറ്റിൽ. ശരി, ആ ട്രാപ്പുകൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. ആർട്ടിക്കിൾ 49ഉം 50ഉം. ഒരു മോഡേൺ സ്റ്റേറ്റിന്റെ തൂണുകൾ എന്നു തന്നെ ഇവയെ പറയാം. ആർട്ടിക്കിൾ 49. ഇത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എന്താണ് പറയുന്നത്? ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ ഇതൊക്കെ സംരക്ഷിക്കുക എന്നത് സ്റ്റേറ്റിന്റെ കടമയാണ്. വളരെ ലളിതം. ഇതിന്റെ ലോജിക് എന്താണ്? പ്രൊവിഷൻ വളരെ ക്ലിയറാണ്. ദേശീയ സ്മാരകങ്ങളെ സംരക്ഷിക്കുക. എന്തിനുവേണ്ടി? പർപ്പസ്, നമ്മുടെ രാജ്യത്തിന്റെ റിച്ച് ഹെറിറ്റേജ്, ആ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ. ഇനി ക്ലാസിഫിക്കേഷൻ ഏതാണ്? ഇതൊരു ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളാണ്. കാരണം ഒരു രാഷ്ട്രത്തിന്റെ ചരിത്രത്തെയും കലയെയും ബഹുമാനിക്കുന്നത് ഒരു ആധുനിക ചിന്തയാണ്. അടുത്തത് ആർട്ടിക്കിൾ 50. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തന്നെ ഒരു അടിസ്ഥാന ശിലയാണിത്. എന്താണിതിൽ പറയുന്നത്? സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. അതായത് നീതിന്യായ വ്യവസ്ഥയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കണം. ഇത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന ആശയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? ലോജിക് ഇതാണ്. ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുമ്പോൾ മാത്രമേ ജുഡീഷ്യറിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയൂ. അങ്ങനെ റൂൾ ഓഫ് ലോ, അതായത് നിയമവാഴ്ച ഉറപ്പാക്കാൻ സാധിക്കും. ഈ ആശയവും ഒരു ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളാണ്. കാരണം ഒരു സ്വതന്ത്ര ജുഡീഷ്യറി എന്നത് ഏതൊരു ആധുനിക രാഷ്ട്രത്തിന്റെയും അടിസ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ആർട്ടിക്കിളുകളും പഠിച്ചു കഴിഞ്ഞു. തിയറി മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. ഇത് വച്ച് പരീക്ഷയിൽ മാർക്ക് വാങ്ങണം, അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു MCQ എലിമിനേഷൻ മാസ്റ്റർ ക്ലാസ്സാണ്. ഈ പഠിച്ച കാര്യങ്ങൾ വച്ച് എങ്ങനെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ശരിയുത്തരത്തിലെത്താമെന്ന് നോക്കാം. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങൾ എക്സാം ഹാളിലാണ്. ടെൻഷനുണ്ട്. ഒരു ചോദ്യം വരുന്നു, ആർട്ടിക്കിൾ 48നെക്കുറിച്ച്. ഓപ്ഷൻസിൽ മോഡേൺ സയന്റിഫിക് ലൈൻസ് എന്നും പ്രൊഹിബിഷൻ ഓഫ് സ്ലോട്ടർ എന്നും കാണുന്നു. രണ്ടും ആർട്ടിക്കിൾ 48 ആണെന്നറിയാം. പക്ഷെ ഏതാണ് ലിബറൽ ഇന്റലക്ച്വൽ, ഏതാണ് ഗാന്ധിയൻ? അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. ആ സമ്മർദ്ദത്തിൽ തെറ്റിക്കാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷേ അവിടെയാണ് കീവേഡ്സ് നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത്. ഈ കീവേഡ്സ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ. ഇത് നിങ്ങളുടെ എലിമിനേഷൻ ടൂൾ കിറ്റാണ്. നോക്കിക്കേ, വീക്കർ സെക്ഷൻസ് SCs STs എന്ന് കണ്ടോ? ഉറപ്പിച്ചോ, അത് ആർട്ടിക്കിൾ 46 ഗാന്ധിയൻ. ന്യൂട്രീഷൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് കണ്ടാൽ ആർട്ടിക്കിൾ 47 സോഷ്യലിസ്റ്റിക്. എന്നാൽ അതേ ആർട്ടിക്കിൾ 47 പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് എന്ന് വന്നാൽ അത് ഗാന്ധിയനായി. ഇനി ആർട്ടിക്കിൾ 48 മോഡേൺ ആൻഡ് സയന്റിഫിക് ലൈൻസ് വന്നാൽ അത് ലിബറൽ ഇന്റലക്ച്വൽ. പക്ഷെ പ്രൊഹിബിഷൻ ഓഫ് സ്ലോട്ടർ ഓഫ് കൗസ് എന്ന് വന്നാൽ അത് ഗാന്ധിയൻ. അവസാനം പ്രൊട്ടക്ഷൻ ഓഫ് മോണമെന്റ്സും സെപ്പറേറ്റ് ജുഡീഷ്യറിയും ലിബറൽ ഇന്റലക്ച്വൽ. ഈ കീവേഡ്സ് മാത്രം മതി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. കീവേഡ്സ് മാത്രം പോരാ, അതിന്റെ പിന്നിലെ ആശയം കൂടി മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങളിത് മറക്കില്ല. എന്താണ് ഗാന്ധിയനും ലിബറൽ ഇന്റലക്ച്വലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എപ്പോഴും ധാർമ്മികതയിൽ ഊന്നിയുള്ളതായിരിക്കും. മദ്യനിരോധനം, പശു സംരക്ഷണം, ദുർബലരെ സഹായിക്കൽ ഇതൊക്കെ ഒരു മോറൽ, എത്തിക്കൽ നിലപാടാണ്. എന്നാൽ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസിന്റെ ഫോക്കസ് ഒരു റാഷണൽ, മോഡേൺ സ്റ്റേറ്റ് എങ്ങനെ കിട്ടിപ്പടുക്കാമെന്നതാണ്. ശാസ്ത്രീയ കൃഷി, പൈതൃക സംരക്ഷണം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇതൊക്കെ ഒരു ആധുനിക രാഷ്ട്രത്തിന്റെ ചിഹ്നങ്ങളാണ്. ഈയൊരു വ്യത്യാസം മനസ്സിൽ വെച്ചാൽ മതി. ശരി, അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ പ്രധാന പോയിന്റുകളും കവർ ചെയ്തു. ഇനി അവസാനം ഇതെല്ലാം കൂടി ഒന്ന് സംഗ്രഹിക്കാം. ഒപ്പം മെയിൻസിലൊരു ചോദ്യം വന്നാൽ ഈ പോയിന്റുകൾ എങ്ങനെ ഒരു നല്ല ഉത്തരമാക്കി മാറ്റാമെന്നും കൂടി നോക്കാം. ഓക്കെ, ഒരു റാപ്പിഡ് ഫയർ റീക്യാപ്പ് റെഡിയല്ലേ? ആർട്ടിക്കിൾ 46 സോഷ്യൽ ജസ്റ്റിസ് ഫോർ വീക്കർ സെക്ഷൻസ്. ആർട്ടിക്കിൾ 47 പബ്ലിക് ഹെൽത്ത് കൂടെ പ്രൊഹിബിഷൻ. ആർട്ടിക്കിൾ 48 മോഡേൺ അഗ്രികൾച്ചർ കൂടെ കാറ്റിൽ പ്രൊട്ടക്ഷൻ. ആർട്ടിക്കിൾ 49 ഹെറിറ്റേജ് പ്രിസർവേഷൻ. ആർട്ടിക്കിൾ 50 ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്. ഈ 5 എണ്ണം, ഈ 5 ആശയങ്ങൾ ആർട്ടിക്കിൾ നമ്പറുകളുമായി ലോക്ക് ചെയ്തു വെക്കുക. അത്രയുള്ളൂ. അപ്പോൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു മെയിൻ സ്റ്റൈൽ ചോദ്യം തരാം. ചോദ്യം ഇതാണ്: Analyze how the principles in Articles 46 to 50 collectively aim to build a state that is just, modern, and independent.
അതായത് ഈ 5 ആർട്ടിക്കിളുകളും ചേർന്ന് നീതിയും ആധുനികതയും സ്വാതന്ത്ര്യവുമുള്ള ഒരു രാഷ്ട്രം എങ്ങനെയാണ് വിഭാവനം ചെയ്യുന്നത് എന്ന് വിശകലനം ചെയ്യുക. നമ്മളിന്ന് ചർച്ച ചെയ്ത ഗാന്ധിയൻ, സോഷ്യലിസ്റ്റിക്, ലിബറൽ ഇന്റലക്ച്വൽ ആശയങ്ങളെല്ലാം കോർത്തിണക്കി ഇതിനൊരുത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. നമസ്കാരം. ഇന്ത്യൻ പോളിറ്റിയിലെ വളരെ നിർണായകമായൊരു ഭാഗത്തേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ DPSC. UPSC ആവട്ടെ PSC ആവട്ടെ പരീക്ഷകൾക്ക് ഒഴിവാക്കാനാവാത്തൊരു ടോപ്പിക്കാണത്. ശരി, നമുക്കിതിന്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ DPSPയുടെ അടിസ്ഥാന ആശയത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ അതെങ്ങനെയാണ് സർക്കാർ പദ്ധതികളായി മാറുന്നത് എന്ന് നോക്കും. പ്രധാനപ്പെട്ട ഭേദഗതികൾ, ഫണ്ടമെന്റൽ റൈറ്റ്സുമായുള്ള വ്യത്യാസം, പിന്നെ അവസാനം ഒരു ക്വിക്ക് റിവിഷൻ. എല്ലാം പരീക്ഷയ്ക്ക് വേണ്ട രീതിയിൽ തന്നെ. ഭരണഘടനയിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാചകമാണിത്. ഫണ്ടമെന്റൽ ഇൻ ദ ഗവർണൻസ് ഓഫ് ദ കൺട്രി. രാജഭരണത്തിൽ അടിസ്ഥാനപരമായത്. അപ്പോൾ എന്താണ് ഈ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം? നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം DPSP, ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലൂ പ്രിന്റ്. ഭരണഘടനയുടെ പാർട്ട് 4ലാണ് DPSP വരുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനപ്പെട്ടതാവുന്നത്? ഇതിന്റെ പിന്നിലെ തത്വം എന്താണ്? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് DPSP എന്ന് ചോദിച്ചാൽ, ഇവ ഭരണഘടനയുടെ പാർട്ട് 4ലുള്ള ചില നിർദ്ദേശങ്ങളാണ്. ആർക്കുള്ള നിർദ്ദേശങ്ങൾ? സ്റ്റേറ്റിന്. എന്തിനുവേണ്ടി? ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി സ്ഥാപിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ബ്ലൂ പ്രിന്റാണിത്. ഈയൊരു മാറ്റം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കൊളോണിയൽ കാലത്തെ പോലീസ് സ്റ്റേറ്റ് എന്ന ആശയം, അതായത് നിയമപാലനത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നൊരു സ്റ്റേറ്റ്, അവിടെ നിന്ന് മാറി ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഉത്തരവാദിത്തമുള്ള ഒരു വെൽഫെയർ സ്റ്റേറ്റായി ഇന്ത്യ മാറണമെന്നതാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ ലക്ഷ്യമിട്ടത്. ആ ലക്ഷ്യത്തിലേക്കുള്ള വഴികാട്ടിയാണ് DPSP. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം, അല്ലേ? ഇത്രയും ഫണ്ടമെന്റൽ ആണെങ്കിൽ ഒരു ഗവൺമെന്റ് ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോയി കേസ് കൊടുക്കാൻ പറ്റുമോ? ഇതാണ് പരീക്ഷകളിലെ ഒരു സ്ഥിരം ട്രാപ്പ്. ഉത്തരം ഇല്ല എന്നാണ്. ഈ വാക്ക് ഇത് കൃത്യമായി ഓർത്തുവെക്കണം. നോൺ ജസ്റ്റിഷ്യബിൾ. അതായത് ഒരു കോടതിക്കും ഇവ നടപ്പിലാക്കാൻ സർക്കാരിനോട് നിയമപരമായി ആവശ്യപ്പെടാൻ കഴിയില്ല. ഇതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഈ ഒരൊറ്റ പോയിന്റ് വെച്ച് MCQവിലെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഭരണഘടനയിലെ തത്വങ്ങൾ എങ്ങനെയാണ് നമുക്ക് ചുറ്റും കാണുന്ന സർക്കാർ പദ്ധതികളായി മാറുന്നത് എന്നാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റാറ്റിക് പോളിറ്റിയെ ഡൈനാമിക് ഗവേണൻസുമായി ബന്ധിപ്പിക്കുന്നത്. നോക്കൂ, MGNREGA അഥവാ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭരണഘടനാപരമായ അടിസ്ഥാനം ആർട്ടിക്കിൾ 41 റൈറ്റ് ടു വർക്കാണ്. അതുപോലെ മിഡ് ഡേ മീൽ സ്കീമിന് പിന്നിൽ ആർട്ടിക്കിൾ 47, അതായത് ന്യൂട്രീഷൻ ലെവൽ ഉയർത്തുക എന്ന ലക്ഷ്യമാണ്. മെയിൻസിൽ ഉത്തരം എഴുതുമ്പോൾ ഈ ആർട്ടിക്കിൾ കോൺസെപ്റ്റ് ലോക്കിൻ വളരെ പ്രധാനമാണ്. ഇതൊരു ക്ലാസിക് എക്സാമ്പിളാണ്. ഒരു DSP എങ്ങനെ ഒരു ഫണ്ടമെന്റൽ റൈറ്റായിട്ട് മാറിയെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. 2002 മുൻപ് വിദ്യാഭ്യാസം ആർട്ടിക്കിൾ 45 ഒരു DSP മാത്രമായിരുന്നു. എന്നാൽ 2002 86th അമെൻമെന്റിലൂടെ അത് ആർട്ടിക്കിൾ 21A ആയി ഒരു ഫണ്ടമെന്റൽ റൈറ്റായി മാറി. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ടോപ്പിക്കാണിത്. ശരി, ഇനി നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ്. DPSPയുടെ വ്യാപ്തി വലുതാക്കിയ എ സിംഗിൾ ലാൻഡ്മാർക്ക് അമെൻമെന്റ്, ദ 42nd അമെൻമെന്റ്. ഈ 42ാമത് അമെൻമെന്റിന് വെറുതെയല്ല മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ഇത് കൊണ്ടുവന്നു. അതിൽ DPSPയിലേക്ക് പുതുതായി ചേർത്ത 3 പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് ആർട്ടിക്കിൾ 39A. എന്താണിത് പറയുന്നത്? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. അതായത് പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്ക് നീതി നിഷേധിക്കപ്പെടരുത്. ഇതൊരു സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളാണ്. ഇതിന്റെ പ്രായോഗികമായ രൂപമാണ് നമ്മൾ കാണുന്ന ലോക് അദാലത്തുകൾ. അടുത്തത് ആർട്ടിക്കിൾ 43. ഇതും ഒരു സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളാണ്. വ്യവസായങ്ങളുടെ മാനേജ്മെന്റിൽ തൊഴിലാളികൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കണം എന്ന് ഇത് പറയുന്നു. സാമ്പത്തിക നീതിയാണ് ഇതിന്റെയും ലക്ഷ്യം. അവസാനമായി ഇന്നത്തെ കാലത്ത് ഏറ്റവും റെലവൻസ് ഉള്ളൊരു ആർട്ടിക്കിൾ 48A, പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് എൻവയോൺമെന്റ്. ഇതൊരു ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിളാണ്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 21, അതായത് റൈറ്റ് ടു ലൈഫിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഈ DSPSP ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി വരുന്ന സെക്ഷൻ, ഇത് MCQ പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ FRഉം DPSPയും തമ്മിലുള്ള താരതമ്യം. ഈ വ്യത്യാസങ്ങൾ കൃത്യമായി പഠിച്ചാൽ ഒരുപാട് തെറ്റുകൾ ഒഴിവാക്കാം. ഇവിടെയുള്ള വാക്കുകൾ ശ്രദ്ധിക്കണം.
ഫണ്ടമെന്റൽ റൈറ്റ്സ് നെഗറ്റീവാണ്. അതായത് സ്റ്റേറ്റ് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. എന്നാൽ DPSP പോസിറ്റീവാണ്. സ്റ്റേറ്റ് ചില കാര്യങ്ങൾ ചെയ്യണം എന്നു പറയുന്നു. FR ലക്ഷ്യം വയ്ക്കുന്നത് പൊളിറ്റിക്കൽ ഡെമോക്രസിയാണെങ്കിൽ DPSP ലക്ഷ്യം വയ്ക്കുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസിയാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വ്യത്യാസങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. ഇവ തമ്മിലുള്ള ബന്ധമാണ് പ്രധാനം. 1980-ലെ മിനർവ മിൽസ് കേസിലെ സുപ്രീം കോടതി ഒരു മനോഹരമായ ഉപമ പറഞ്ഞു. FRഉം DSPSയും ഒരു രഥത്തിന്റെ 2 ചക്രങ്ങൾ പോലെയാണ്. ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുതല്ല. രണ്ടും ഒരുമിച്ചു പോയാലേ രഥം മുന്നോട്ടു പോകൂ. മെയിൻസിൽ എഴുതാൻ പറ്റിയ ഒരു ഗോൾഡൻ പോയിന്റാണിത്. അപ്പോൾ വീണ്ടും ആ ചോദ്യം വരുന്നു. ഇവയ്ക്ക് നിയമപരമായ പിൻബലമില്ലെങ്കിൽ പിന്നെന്താണ് ഇവയുടെ യഥാർത്ഥ ശക്തി? ആധുനിക കാലത്ത് പ്രത്യേകിച്ച് കോടതികൾ ഇവയെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. കോടതികൾ ചെയ്യുന്ന ഒരു മാജിക് എന്ന് തന്നെ ഇതിനെ പറയാം. അവർ DSPSയെ നേരിട്ട് നടപ്പിലാക്കുന്നില്ല. പകരം ആർട്ടിക്കിൾ 21 അഥവാ റൈറ്റ് ലൈഫ് പോലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന് വിശാലമായ അർത്ഥം നൽകാൻ DSPSകളെ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ശുദ്ധമായ പരിസ്ഥിതി ഇല്ലാതെ ജീവിക്കാനുള്ള അവകാശത്തിന് എന്തർത്ഥമാണുള്ളത് എന്ന് കോടതി ചോദിക്കുന്നു. അങ്ങനെ നോൺ ജസ്റ്റിഷ്യബിളായ ആർട്ടിക്കിൾ 48A സത്ത ജസ്റ്റിഷ്യബിളായ ആർട്ടിക്കിൾ 21 നടപ്പിലാക്കപ്പെടുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ DPSPയുടെ യഥാർത്ഥ അധികാരം നിയമത്തിലല്ല, മറിച്ച് അത് മോറലും പൊളിറ്റിക്കലുമാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾ സർക്കാരുകളെ വിലയിരുത്തുന്നത് ഈ തത്വങ്ങൾ എത്രത്തോളം നടപ്പിലാക്കി എന്ന് നോക്കിയാണ്. അതാണ് ഇതിന്റെ യഥാർത്ഥ ശക്തി. ഓക്കെ, നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് ഓർത്തിരിക്കേണ്ട ഹൈ ഈൽഡ് ഫാക്ട്സ് നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. ഈ സ്ലൈഡിൽ കാണുന്ന പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ പതിയണം. പാർട്ട് 4 നോൺ ജസ്റ്റിഷ്യബിൾ നേച്ചർ, 42nd അമെൻമെന്റ്, FR DSPS വ്യത്യാസം, പിന്നെ മിനർവ മിൽസ് കേസിലെ 2 വീൽസ് ഓഫ് എ ചാരിയറ്റ് എന്ന ആശയം. ഇത്രയും കാര്യങ്ങൾ ഈ ടോപ്പിക്കിന്റെ നട്ടെല്ലാണ്. ഇത് വെച്ച് നിങ്ങൾക്ക് വേഗത്തിൽ ഈ ഭാഗം റിവൈസ് ചെയ്യാം. അപ്പോൾ DSPയെക്കുറിച്ചുള്ള നമ്മുടെ ഈ വിശകലനം ഇവിടെ പൂർണ്ണമാവുകയാണ്. അവസാനിപ്പിക്കുന്നതിനു മുമ്പ് ഒരു ചോദ്യം. DSP എന്നത് സ്റ്റേറ്റിന്റെ മനസാക്ഷിയാണെങ്കിൽ പൗരന്മാർ എന്ന നിലയിൽ നമ്മൾ അതിന്റെ വിജയം എങ്ങനെയാണ് അളക്കേണ്ടത്? ഈ ചോദ്യം ഈ തത്വങ്ങളുടെ പ്രായോഗികതയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ പരീക്ഷകൾക്ക് എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ അവകാശങ്ങൾ എവിടെയാണ് തീരുന്നത്? നിങ്ങളുടെ കടമകൾ എവിടെയാണ് തുടങ്ങുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഈ 3 ഇവയെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ 3 തൂണുകൾ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് കോമ്പറ്റിറ്റീവ് എക്സാംസ് എഴുതുന്ന നിങ്ങൾക്ക് ഈ 3 തമ്മിലുള്ള ബന്ധവും അതിലേറെ പ്രധാനമായി അവ തമ്മിലുള്ള വ്യത്യാസവും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മാർക്ക് പോകാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ വിഷൻ, അതായത് ആർട്ടിക്കിൾ 51 നിന്ന് തുടങ്ങും. അവിടെ നിന്ന് നേരെ ഭരണഘടനയുടെ ആ കോർ ട്രിനിറ്റിയിലേക്ക്, ആ 3 തൂണുകളിലേക്ക് വരും. പിന്നെ റൈറ്റ്സും ഡയറക്റ്റീവ്സും തമ്മിലുള്ള ആ ഒരു ബാലൻസ്, അതുപോലെ റൈറ്റ്സും ഡ്യൂട്ടീസും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഏറ്റവും പ്രധാനമായി MCQ ചോദ്യങ്ങൾ, ഓപ്ഷനുകൾ എങ്ങനെ എളുപ്പത്തിൽ ഒഴിവാക്കാം, അതിനുള്ള ചില പൊടിക്കൈകൾ ഞാൻ പറഞ്ഞുതരും. അവസാനം പഠിച്ചതെല്ലാം കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ടോപ്പിക്, ഇന്ത്യയുടെ ഗ്ലോബൽ വിഷൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ, അതായത് വിദേശ നയത്തിന്റെ ഭരണഘടനാപരമായ അടിത്തറ എന്താണെന്ന്? അതിനുള്ള ഉത്തരം ഒരൊറ്റ ആർട്ടിക്കിളിലുണ്ട്. അതാണ് ആർട്ടിക്കിൾ 51. അന്താരാഷ്ട്ര സമാധാനത്തോടുള്ള ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് ഈ ഒരു ആർട്ടിക്കിൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഓരോ ആർട്ടിക്കിളും പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഉറപ്പാക്കണം. ഞാൻ അതിനെ ആർട്ടിക്കിൾ കോൺസെപ്റ്റ് ലോക്കിൻ എന്നാണ് പറയാറ്. അതായത് ആർട്ടിക്കിൾ നമ്പരും അതിന് പിന്നിലെ ആശയവും തമ്മിൽ അങ്ങ് ലോക്ക് ചെയ്യുക. അപ്പോൾ ആർട്ടിക്കിൾ 51 ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്ന വിഭാഗത്തിലാണ്. എന്താണ് ഈ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. ലിബറലിസത്തിന്റെ ആശയങ്ങൾ, അതായത് ആധുനികവും പുരോഗമനപരവുമായ ലക്ഷ്യങ്ങൾ. ഉദാഹരണത്തിന് യൂണിഫോം സിവിൽ കോഡ്, പരിസ്ഥിതി സംരക്ഷണം, അതുപോലെ നമ്മൾ ഈ പറയുന്ന അന്താരാഷ്ട്ര സമാധാനം, ഇതെല്ലാം ഈ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പോ ഈ ആർട്ടിക്കിൾ 51-ൽ കൃത്യമായി എന്തൊക്കെയാണ് പറയുന്നത്? 4 കാര്യങ്ങളാണ് സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഒന്നാമതായി, അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ശ്രമിക്കണം. 2,
രാജ്യങ്ങൾ തമ്മിൽ നല്ല നീതിപൂർവമായ ബന്ധം നിലനിർത്തണം. മൂന്നാമത്തേത്, അന്താരാഷ്ട്ര നിയമങ്ങളെയും ഉടമ്പടികളെയും ബഹുമാനിക്കണം. നാലാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ യുദ്ധത്തിലേക്ക് പോകാതെ ആർബിട്രേഷൻ വഴി, അതായത് മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഒരു ബ്ലൂ പ്രിന്റാണ് ഈ ആർട്ടിക്കിൾ. വെറുതെ 4 പോയിന്റുകൾ പറയുക മാത്രമല്ല, ഇതിനു പിന്നിലെ വലിയൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ ഒരു സ്വപ്നമായിരുന്നു അത്. 1946-ലെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ തൊട്ടുതുടങ്ങിയ ഒരു സ്വപ്നം. ലോകസമാധാനം, സാർവത്രിക സാഹോദര്യം, പിന്നെ വൺ വേൾഡ് എന്ന ആ ഒരു മഹത്തായ ആശയം, നീതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ലോകം. ഇതൊക്കെയാണ് ആത്യന്തിക ലക്ഷ്യം. അതുകൊണ്ട് ആർട്ടിക്കിൾ 51 എന്നത് വെറുമൊരു നിർദ്ദേശമല്ല, ലോകത്തിനു മുന്നിൽ ഇന്ത്യ നൽകുന്ന ഒരു ഭരണഘടനാപരമായ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പുറം ലോകത്തേക്കുള്ള നയങ്ങളിൽ നിന്ന് നമുക്ക് നേരെ ഉള്ളിലേക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും കാതലായ ഭാഗത്തേക്ക് വരാം. പാർട്ട് 3-ലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, പാർട്ട് 4-ലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, പിന്നെ പാർട്ട് IV-ലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഈ 3 എണ്ണവും ചേരുമ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അതിന്റെ ആത്മാവ് കിട്ടുന്നത് തന്നെ പറയാം. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം നോക്കൂ. കോൺഷ്യൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ മനസ്സാക്ഷി. ഈ 3 ഭാഗങ്ങളെയും ചേർത്താണ് കോടതി അങ്ങനെ വിളിച്ചത്. ഇതൊരു വെറും അലങ്കാര വാക്കല്ല കേട്ടോ, നമ്മുടെ ഭരണഘടനയുടെ ഫിലോസഫി മുഴുവൻ ഇതിലുണ്ട്. ഈ 3 കാര്യങ്ങളും തമ്മിൽ അത്രയധികം ബന്ധമുണ്ട്. ഒന്നിനെ മറ്റൊന്നിൽ നിന്നും മാറ്റി നിർത്തി നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. സുപ്രീം കോടതിയുടെ ഈയൊരു നിരീക്ഷണത്തിന് അടിവരയിടുന്നതാണ് ഡോക്ടർ BR അംബേദ്കറിന്റെ ഈ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞതെന്താണ്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇവയെ 3നെയും നമുക്ക് വേർപെടുത്താൻ പറ്റില്ല. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല. അതേ ലോജിക് തന്നെയാണ് ഇവിടെയും. ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSPs, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇതും അതുപോലൊരു ട്രിനിറ്റിയാണ്. ഒന്ന് മറ്റൊന്നിനെ പൂർണ്ണമാക്കുന്നു. അപ്പോ നമുക്ക് ഈ ട്രിനിറ്റിയിലെ ആദ്യത്തെ 2 കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. അതായത് മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. ഒന്ന് പൗരന് കിട്ടേണ്ട അവകാശങ്ങളെപ്പറ്റി പറയുന്നു, മറ്റൊന്ന് രാഷ്ട്രം ചെയ്യേണ്ട കടമകളെപ്പറ്റി പറയുന്നു. ഒരു വെൽഫെയർ സ്റ്റേറ്റ്, അതായത് ഒരു ക്ഷേമരാഷ്ട്രം ഉണ്ടാക്കണമെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് പോണം. ഇവിടെയാണ് സ്റ്റാറ്റിക് ഡൈനാമിക് ലിങ്കേജ് എന്ന ആശയം നമ്മൾ ഓർത്തിരിക്കേണ്ടത്. 1980-ലെ മിനർവ മിൽസ് കേസിൽ സുപ്രീം കോടതിയുടെ ഒരു ക്ലാസിക് ഉപമയുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഒരു രഥത്തിന്റെ 2 ചക്രങ്ങളാണെന്ന്. നമുക്ക് ഇതിനെ ഇന്നത്തെ കാലത്തേക്ക് മാറ്റി ചിന്തിച്ചാലോ? ഒരു കാർ സങ്കല്പിക്കുക. ആ കാറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എഞ്ചിനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. കാരണം അത് സാമൂഹികവും സാമ്പത്തികവുമായ വികസനമാണ് ലക്ഷ്യമിടുന്നത്. പക്ഷെ ആ കാർ നേരായ വഴിക്ക് ആരുടെയും സ്വാതന്ത്ര്യം ഹനിക്കാതെ ഓടിക്കാൻ ഒരു സ്റ്റിയറിംഗും ബ്രേക്കും വേണ്ടേ? അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എഞ്ചിൻ മാത്രമുണ്ടായിട്ട് കാര്യമില്ല, സ്റ്റിയറിംഗും വേണം. രണ്ടും ഒരുപോലെ പ്രധാനം. ഈ റൈറ്റ്സും ഡയറക്റ്റീവ്സും തമ്മിലുള്ള ബന്ധം എപ്പോഴും ഇങ്ങനെ സമാധാനപരമായിരുന്നില്ല കേട്ടോ. അതിന്റെ ഒരു ചരിത്രമുണ്ട്. തുടക്കത്തിൽ 1951-ലെ ചാമ്പക്കം ദുരൈരാജൻ കേസിൽ കോടതി പറഞ്ഞു, രണ്ടും തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടായാൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനായിരിക്കും മുൻഗണന. പക്ഷേ ഗവൺമെന്റിന് DPSPs നടപ്പിലാക്കണമായിരുന്നു, സാമൂഹിക നീതി ഉറപ്പാക്കാൻ. അതിനായി അവർ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഭേദഗതികൾ കൊണ്ടുവരാൻ തുടങ്ങി. ഇത് വലിയ നിയമയുദ്ധങ്ങൾക്ക് കാരണമായി. ഒടുവിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മിനർവ മിൽസ് കേസിൽ കോടതി ഒരു സുവർണ മധ്യമാർഗം കണ്ടെത്തി. അതിനെയാണ് ഹാർമോളേസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനൊരു മേൽക്കൈയുണ്ട്, പക്ഷേ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ തകർക്കാത്തിടത്തോളം കാലം DPSPs നടപ്പിലാക്കാൻ പാർലമെന്റിന് നിയമങ്ങളുണ്ടാക്കാം. എക്സാമിന് പഠിക്കുന്നവർക്ക് ഈ ടേബിൾ ഒരു നിധി പോലെയാണ്. കാരണം MCQ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ വ്യത്യാസങ്ങളിൽ നിന്നാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ജസ്റ്റിഷ്യബിലിറ്റിയാണ്. എന്താണത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെട്ടാൽ നമുക്ക് നേരെ കോടതിയിൽ പോകാം, അത് നിയമപരമായി നടപ്പിലാക്കി കിട്ടും. പക്ഷെ ഒരു DSP സർക്കാർ നടപ്പിലാക്കിയില്ലാന്ന് പറഞ്ഞ് നമുക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല, അത് നോൺ ജസ്റ്റിഷ്യബിളാണ്. അതുപോലെ FRന്റെ നിയമപരമായ സാങ്ഷനുണ്ട്, ലംഘിച്ചാൽ ആ നിയമം അസാധുവാവും. DSPക്ക് ധാർമ്മികവും രാഷ്ട്രീയവുമായ സാങ്ഷനാണ് ഉള്ളത്. പിന്നെ ലക്ഷ്യം. FR രാഷ്ട്രീയ ജനാധിപത്യം ഉറപ്പാക്കുമ്പോൾ DSP സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യമാണ് ലക്ഷ്യമിടുന്നത്. ഈ പോയിന്റുകൾ മറക്കരുത്. ശരി, അപ്പോൾ റൈറ്റ്സും ഡയറക്റ്റീവ്സും നമ്മൾ കണ്ടു. ഇനി അടുത്ത കോമ്പിനേഷനിലേക്ക് പോകാം. അവകാശങ്ങളും കർത്തവ്യങ്ങളും. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. നമുക്ക് അവകാശങ്ങൾ മാത്രം മതിയോ? തിരിച്ച് നമുക്ക് കടമകളൊന്നുമില്ലേ? എന്താണ് നമ്മുടെ ഭരണഘടന ഇതിനെക്കുറിച്ച് പറയുന്നത്? നമുക്ക് നോക്കാം.
ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട ഫാക്ട് മനസ്സിലുറപ്പിക്കുക. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിലുണ്ടായിരുന്നില്ല. ഇത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. 1976-ൽ എമർജൻസിയുടെ സമയത്ത് 42ാം ഭേദഗതിയിലൂടെയാണിത് വന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമായിരുന്നു ഇത്. ഇതിനു പിന്നിലെ ആശയം വളരെ ലളിതമായിരുന്നു. അവകാശങ്ങൾ ആസ്വദിക്കുന്ന പൗരന്മാർക്ക് രാജ്യത്തോട് ചില കടമകളുമുണ്ട്. ഇതിനെ നമുക്ക് ഒരു ത്രാസ് പോലെ കാണാം. ആ ത്രാസിന്റെ ഒരു തട്ടിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് സ്റ്റേറ്റ് നമുക്ക് തരുന്ന ഉറപ്പുകൾ, മറുതട്ടിലോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതായത് നമ്മൾ പൗരന്മാർ രാജ്യത്തോടും മറ്റു പൗരന്മാരോടും ചെയ്യേണ്ട കടമകൾ. ഈ രണ്ട് തട്ടും ഒരുപോലെ ആവുമ്പോഴാണ് ഒരു ജനാധിപത്യം ശരിയായി പ്രവർത്തിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, കടമകൾ മാത്രവും അവകാശങ്ങളില്ലെങ്കിൽ അത് അടിമത്തമായി. ഇനി അവകാശങ്ങൾ മാത്രം ഒരു കടമയുമില്ലെങ്കിലോ അത് അരാജകത്വത്തിലേക്ക് നയിക്കും. ഒരു സംശയം വരാം, ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് DPSPs പോലെ നോൺ ജസ്റ്റിഷ്യബിൾ അല്ലേ? അതായത് ഇത് ലംഘിച്ചാൽ ആർക്കും നമ്മളെ കോടതി കയറ്റാൻ പറ്റില്ലല്ലോ. ശരിയാണ്. പക്ഷേ അതിനർത്ഥം ഇതിന് ഒരു വിലയുമില്ല എന്നല്ല. ഇതിന് നല്ല നിയമപരമായ പ്രാധാന്യമുണ്ട്. എവിടെയാണെന്നറിയാമോ? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനു മുകളിൽ സർക്കാർ ചില നിയന്ത്രണങ്ങൾ വെക്കുമ്പോൾ ആ നിയന്ത്രണം റീസണബിൾ ആണോ എന്ന് കോടതി പരിശോധിക്കും. ആ സമയത്ത് കോടതി ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂടി നോക്കും. ഉദാഹരണത്തിന്, നമ്മുടെ പൈതൃക സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഒരു കടമയാണ്. അപ്പോൾ ഒരു പുരാതനമായ ക്ഷേത്രത്തിനു ചുറ്റും സർക്കാർ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചാൽ അത് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയിൽ പോവാൻ പറ്റില്ല. കാരണം പൈതൃകം സംരക്ഷിക്കുക എന്ന ഡ്യൂട്ടി നടപ്പിലാക്കാനുള്ള ഒരു റീസണബിൾ റെസ്ട്രിക്ഷനായി കോടതി അതിനെ കാണും. ഓക്കേ, നമ്മൾ തിയറിയൊക്കെ പഠിച്ചു. ഇനി ഏറ്റവും പ്രാക്ടിക്കലായ, നിങ്ങൾക്ക് എക്സാം ഹാളിലെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഭാഗത്തേക്ക് വരാം. MCQ മാസ്റ്റർ ക്ലാസ്. നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ വെച്ച് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം? പോളിറ്റി ചോദ്യങ്ങളിൽ സാധാരണ വരുന്ന ചില കെണികളുണ്ട്. അതെങ്ങനെ തിരിച്ചറിയാം? എങ്ങനെ അതിൽ വീഴാതെ രക്ഷപ്പെടാം എന്ന് നോക്കാം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഓപ്ഷനുകൾ എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരൊറ്റ വ്യത്യാസം ഏതാണ്? ആലോചിച്ചിട്ടുത്തരം പറയൂ. ഉത്തരമിതാണ്: ജസ്റ്റിഷ്യബിലിറ്റി. ഈ ഒരൊറ്റ വാക്ക്, ഈ ഒരു കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഈ ഭാഗത്തു നിന്ന് വരുന്ന ഭൂരിഭാഗം MCQകളിലും നിങ്ങൾക്ക് ഓപ്ഷനുകൾ എളുപ്പത്തിൽ വെട്ടിമാറ്റാം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റിഷ്യബിൾ ആണ്, കോടതി വഴി നടപ്പിലാക്കാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്, കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ഈ ഒരു പോയിന്റ് വെച്ച് കളിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ കാണും. ഇനി സാധാരണ കാണുന്ന 3 കെണികൾ ഞാൻ പറഞ്ഞുതരാം. ട്രാപ്പ് നമ്പർ 1, സാങ്ഷൻ. ചോദ്യത്തിൽ പറയും DPSPക്ക് ലീഗൽ സാങ്ഷൻ ഉണ്ടെന്ന്. തെറ്റാണ്. FRN ആണ് ലീഗൽ സാങ്ഷൻ. DPSPക്ക് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ സാങ്ഷൻ ആണ്. ട്രാപ്പ് നമ്പർ 2, എൻഫോഴ്സ്മെന്റ്. ഓപ്ഷനിൽ കാണും FRS നടപ്പിലാക്കാൻ നിയമനിർമ്മാണം ആവശ്യമാണെന്ന്. തെറ്റ്. FRS ഓട്ടോമാറ്റിക്കലി എൻഫോഴ്സ്ഡ് ആണ്. DPSPs നടപ്പിലാക്കാനാണ് നിയമം വേണ്ടത്. ഇനി ട്രാപ്പ് നമ്പർ 3, എയിം. FRന്റെ ലക്ഷ്യം സോഷ്യൽ ഡെമോക്രസിയാണെന്ന് പറയും. അല്ല, FRന്റെ ലക്ഷ്യം പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ്. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി DPSPയുടെ ലക്ഷ്യമാണ്. ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്. സൂക്ഷിക്കുക. ശരി, അപ്പോൾ നമ്മൾ ഈ 3 തൂണുകളെയും പറ്റി വിശദമായി സംസാരിച്ചു. ഇനി ഇതെല്ലാം കൂടിയൊന്ന് ക്രോഡീകരിക്കാം. പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഓർത്തെടുക്കാം. ഈയൊരു ചട്ടക്കൂട് മനസ്സിലുണ്ടെങ്കിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഈ 3 ഭാഗങ്ങളുടെയും പ്രധാന ധർമ്മം എന്താണെന്ന് നമുക്കൊറ്റ നോട്ടത്തിലൊന്ന് ഓർക്കാം. ഒന്നാമത്തേത് ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3. ഇത് സ്റ്റേറ്റിന്റെ അധികാരത്തിൽ നിന്ന് വ്യക്തിയെ സംരക്ഷിക്കുന്നു. രണ്ടാമത്തേത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പാർട്ട് 4. ഇത് ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ സ്റ്റേറ്റിന് മാർഗനിർദ്ദേശം നൽകുന്നു. മൂന്നാമത്തേത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് IVA. ഇത് രാജ്യത്തോടുള്ള പൗരന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. സംരക്ഷണം, നിർദ്ദേശം, ഉത്തരവാദിത്തം, ഈ 3 വാക്കുകൾ ഓർത്താൽ മതി. അപ്പോ ഈ 3 കൂടി ചേരുമ്പോ എന്താണ് സംഭവിക്കുന്നത്? അതിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: നമ്മുടെ സമൂഹത്തില് പണ്ടേ ഉണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങളെ ഇല്ലാതാക്കി സ്വാതന്ത്ര്യവും സമത്വവും നീതിയും നിറഞ്ഞ ഒരു പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കുക. ഇതാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ കണ്ട സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്.
അപ്പോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പോകുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം നിങ്ങളുടെ ചിന്തയ്ക്കായി വിടുന്നു. അവകാശങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും കർത്തവ്യങ്ങളുടെയും ഈ ഒരു ബാലൻസ്, ഈ ഒരു ഭരണഘടനാപരമായ സന്തുലിതാവസ്ഥ ഇന്നത്തെ ഇന്ത്യയിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നവരെയും അത് വ്യാഖ്യാനിക്കുന്ന ന്യായാധിപന്മാരെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഈ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പരീക്ഷയ്ക്ക് മാത്രമല്ല, ഈ രാജ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങളെ സഹായിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A ഇന്ത്യയിലെ ഓരോ പൗരന്റെയും അടിസ്ഥാന കടമകളെ വിവരിക്കുന്നു. 1976-ൽ 42ാം ഭേദഗതി നിയമപ്രകാരം സ്വരൺ സിംഗ് കമ്മിറ്റി ശുപാർശയെ അടിസ്ഥാനമാക്കി ചേർത്ത ഈ കടമകൾ പഴയ സോവിയറ്റ് യൂണിയന്റെ, ഇപ്പോൾ റഷ്യയുടെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. ആർട്ടിക്കിൾ 51A മുതൽ K വരെയുള്ള 11 അടിസ്ഥാന കടമകളുടെ പട്ടിക ഇവയാണ്. 1. ഭരണഘടന പാലിക്കുക. അതിന്റെ ആദർശങ്ങൾ, സ്ഥാപനങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗാനം എന്നിവയെ ബഹുമാനിക്കുക. 2. ഉദാത്തമായ ആദർശങ്ങൾ പിന്തുടരുക. സ്വാതന്ത്ര്യസമരത്തിന്റെ ആദർശങ്ങളെ വിലമതിക്കുക. 3. പരമാധികാരം സംരക്ഷിക്കുക. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 4. രാജ്യത്തെ സംരക്ഷിക്കുക. ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം ചെയ്യുക. 5. സാഹോദര്യം പ്രോത്സാഹിപ്പിക്കുക. ഐക്യം, പൊതു സാഹോദര്യം വളർത്തുക. സ്ത്രീകളുടെ അന്തസ്സിനെ അപമാനിക്കുന്ന ആചാരങ്ങൾ ഉപേക്ഷിക്കുക. 6. സംസ്കാരം സംരക്ഷിക്കുക. സംയോജിത സംസ്കാരത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 7. പരിസ്ഥിതി സംരക്ഷിക്കുക. വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ എന്നിവ സംരക്ഷിക്കുക. ജീവജാലങ്ങളോട് അനുകമ്പ കാണിക്കുക. 8. ശാസ്ത്രീയ മനോഭാവം വികസിപ്പിക്കുക. ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണ മനോഭാവം എന്നിവ പ്രോത്സാഹിപ്പിക്കുക. 9. സ്വത്ത് സംരക്ഷിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുക. അക്രമം ഉപേക്ഷിക്കുക. 10. മികവിനായി പരിശ്രമിക്കുക. എല്ലാ വ്യക്തിഗതവും കൂട്ടായതുമായ പ്രവർത്തനങ്ങളിലും മികവ് ലക്ഷ്യമിടുക. 11. വിദ്യാഭ്യാസ വ്യവസ്ഥ. 2002-ൽ ചേർത്തത്. 6 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ നൽകേണ്ടത് മാതാപിതാക്കളുടെ, രക്ഷകർത്താക്കളുടെ കടമയാണ്. 1950-ലെ ഇന്ത്യൻ ഭരണഘടനയിൽ തുടക്കത്തിലില്ലാതിരുന്ന മൗലിക കടമകൾ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി ശുപാർശകളെ അടിസ്ഥാനമാക്കി 1976-ൽ 42ാം ഭേദഗതിയിലൂടെ പാർട്ട് 4A അല്ലെങ്കിൽ ആർട്ടിക്കിൾ 51A ആയി അവതരിപ്പിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ 10 എണ്ണം മാത്രമായിരുന്ന ഇവ 2002-ൽ 11ആയി വളർന്നു. 86ാം ഭേദഗതിയിലൂടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥയ്ക്ക് ഊന്നൽ നൽകി.